അങ്ങനെ നിയാങ്ങിനെ ഹീറോയുടെ മുത്തശ്ശൻ്റെ വീടിന് മുന്നിൽ വെച്ച് കണ്ടതിനാൽ നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്നു. ഇവളും മറുപടി പറയാനായി പോയപ്പോഴേക്കും പെട്ടെന്ന് മുത്തശ്ശൻ വരുന്ന സൗണ്ട് കേൾക്കുന്നു. ഉടനെ അവളെ മുത്തശ്ശൻ കാണാതിരിക്കാനായി ഹീറോയെ പിടിച്ചു വലിച്ച് നേരെ കാറിനുള്ളിൽ വീഴുകയാണ്. അത് കണ്ട അസിസ്റ്റന്റ് ആ വാതിലങ്ങ് പെട്ടെന്ന് ക്ലോസ് ആക്കുകയാണ്. മുത്തശ്ശൻ വരുമ്പോൾ ഹീറോയെ കാണുന്നില്ല, മറിച്ച് ഹീറോയുടെ കാറ് മാത്രമായിരിക്കും. ഇവൻ എവിടെ പോയി എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കാറിനുള്ളിലൊക്കെ നോക്കുമ്പോൾ കാറിന്റെ ചില്ല് ബ്ലാക്ക് ആയതിനാൽ അകത്ത് എന്താണെന്നുള്ളത് കാണാൻ കഴിയുന്നില്ല. സോ മുത്തശ്ശൻ പോവുകയാണ്. അകത്താണെങ്കിൽ ഹീറോയ്ക്ക് അവളത്ര ക്ലോസ് ആയിട്ടിരിക്കുന്നതിനാൽ എന്തോ പോലെ ആവുകയാണ്. അവൻ്റെ കവിൾ വരെ ചുവന്നു തൊടുത്തു. ശേഷം അവൾ കാറിന് വെളിയിൽ ഇറങ്ങുകയാണ്. അല്ല, നീ എന്താ ഇവിടെ? ഇതെൻ്റെ മുത്തശ്ശൻ്റെ വീടാണ് എന്ന് ഹീറോ പറയുമ്പോൾ, ഞാൻ വന്നത് ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ മാരേജ് ഹാള് ഡിസൈൻ ചെയ്ത് ഇതേ ഇടത്തിലല്ലേ, അത് കാണാനായിട്ട് വന്നതാണ്. ക്ഷമിക്കണം, പെട്ടെന്ന് കാല് തെറ്റി വീണതാണ്. അതൊന്നും സാരമില്ല. ഇനി വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് ഹീറോ പറയുമ്പോൾ ഇവളും ശരിയെന്ന വർക്കുണ്ടെന്ന് പറഞ്ഞു പോകുന്നു. നിയാങ് പോകുന്നത് നോക്കി നിൽക്കുന്ന ഹീറോയെ കണ്ട അസിസ്റ്റന്റ്, എന്താ സാറേ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അല്ല, ഇവളെന്തിനാണ് ഇവിടെ വന്നത്? കൺഫ്യൂഷനായി അസിസ്റ്റന്റിനോട് ചോദിക്കുന്നു. വേറെന്ത്, ഒരാളുടെ പിന്നാലെ നടക്കുന്നത് എന്താ? നിങ്ങളോട് ക്ലോസ് ആവാനായിരിക്കും. ഇതുപോലും നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് ചിരി വരുന്നു. പിറ്റേന്ന് ഡിസൈൻ പ്രസന്റ് ചെയ്യാനുള്ള മീറ്റിംഗ് നടക്കുകയാണ്. നിയാങ് അവളുടെ പ്രസന്റേഷൻ ആരംഭിച്ചതും ചെയ്യാൻ അതിനിടയിൽ അവൾക്ക് ആ കോൺട്രാക്റ്റ് കിട്ടാതിരിക്കാനായിട്ട് മനഃപൂർവ്വം, ഇത് കോപ്പിയാണ്, നിന്റേത് ചെറിയ ബിസിനസ് അല്ലേ, അതാകുമ്പോൾ മിസ്റ്റർ യോജിൻ വിശ്വസിക്കും. ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റാണ്, ഇത് നീ കോപ്പി ചെയ്തതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു. അത് കണ്ട നിയ, നിങ്ങൾ പറയുന്നത് ഇത് നിങ്ങളുടെ വർക്ക് എന്നല്ലേ? എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ഡിസൈന് എന്ത് ഇൻസ്പയർ ചെയ്താണ് ചെയ്തിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ ഡിസൈനറാണ് വരച്ചത്. ക്ലാസിക് ചൈനീസ് പൂന്തോട്ടത്തിലെ ശൈലി ഇൻസ്പയർ ആയിട്ടാണ് വരച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് കേട്ട നീ അങ്ങനെ ചിരി വരുന്നു. എന്നിട്ട് നിങ്ങൾ അതിലൊന്നും വേറെ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവിടെ പ്രൊജക്റ്റ് ഡിസൈനറിലെ സിമ്പിൾസൊക്കെ മിസ്റ്റർ യൂച്ചിങ്ങിൻ്റെ ടൈൽ കാണുന്ന ചിഹ്നത്തെ അടിസ്ഥാനമാക്കിയായിട്ടാണ് മിക്ക റെഫറൻസും. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ഓർക്കുന്നത്. ഹീറോ ആദ്യമൊക്കെ അവളെ കണ്ടപ്പോൾ അവൾ കൂടുതൽ ശ്രദ്ധിച്ചത് ഹീറോയുടെ ടൈയിലെയും കോട്ടിലെയും ഒരേ സിമ്പിൾസ് ആണ്. ഇവൾ ശരിക്കും ഒരു അതിശയം തന്നെ എന്ന് ഹീറോ മനസ്സിൽ പറയുന്നു. ഇവളും അത്ര ക്ലിയർ ആയിട്ട് അവളുടെ ഡിസൈൻ കാര്യങ്ങൾ പറയുമ്പോൾ, എന്നാൽ പിന്നെ നിന്റെ ഡ്രാഫ്റ്റ് ഡിസൈൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം കാണിക്കുകയാണ്. ഇവൾ മീറ്റിങ്ങിന് മുന്നേ വെയിറ്റ് ചെയ്യുമ്പോൾ ആരൊരാൾ അവരുടെ ലാപ്ടോപ്പിൽ വെള്ളമൊഴിച്ചു. അത് ചെയ്യിപ്പിച്ചത് ഇയാളാണ് എന്ന് അവൾക്ക് നല്ലോണം അറിയാം. ഇവിടെ ഹീറോ ഫോണെടുത്ത് അവൻ്റെ അസിസ്റ്റന്റിനെ വിളിക്കുന്നുണ്ടായി. അയാളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് എസ്കേപ്പ് ആവണ്ട, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഡ്രാഫ്റ്റാണ്. ഇതിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് ആർക്കാണ് ഡ്രാഫ്റ്റ് കാണിക്കാൻ കഴിയാത്തത്. ഇവളിത് കോപ്പി ചെയ്തതാണ്. അത് നമുക്ക് വലിയ നാണക്കേടായിരിക്കുന്നു. ഇതുമൂലം നീ ഇനി ഒരിക്കലും ഒരു ഡിസൈനർ ആകില്ല എന്നാൽ പറയുമ്പോൾ ഹീറോ മിണ്ടാതെ ഇതെല്ലാം കേട്ടിരിക്കുകയാണ്. അന്നേരം ഹീറോയുടെ അസിസ്റ്റന്റ് വന്ന് ഒരു ബുക്ക് കൊടുത്തിട്ട് പോവുകയാണ്. എന്നിട്ട് ഹീറോ, നിങ്ങൾക്ക് നിയാങ്ങിൻ്റെ ഡ്രാഫ്റ്റല്ലേ കാണേണ്ടത്, ഞാനത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളുടെ ഡ്രാഫ്റ്റ് കാണിക്കുന്നു. നിയാങ്ങിൻ്റെ ഡ്രാഫ്റ്റ് അത് പ്രൊഫഷണൽ വിലയിരുത്തട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നിയാങ് പറയുന്നു, ഞാനൊരു കാര്യം വിട്ടുപോയി, എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്, ഞാൻ വരച്ച ഡിസൈനിൽ എൻ്റെ പേര് കാണും എന്ന് പറഞ്ഞ് എല്ലാവർക്കും കാണിക്കുന്നു. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള ഡ്രാഫ്റ്റ് വാങ്ങിച്ചിട്ട് ഇതിലും എൻ്റെ പേര് കാണും എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അയാൾ തട്ടി വാങ്ങിച്ച്, നീ എന്താണ് ചെയ്യുന്നത്? നീ അവനെ നിന്റെ സൗന്ദര്യം കൊണ്ടല്ലേ ഈ പ്രൊജക്റ്റ് വാങ്ങിച്ചെടുത്തത് എന്ന് നിയാങ്ങിന് മോശമായിട്ട് പറയുമ്പോൾ നിയാങ് അവനൊരടി കൊടുത്തു. അയാളും നീ എന്നെ അടിച്ചെന്ന് പറഞ്ഞ് അവളെ അടിക്കാനായി പോയപ്പോഴേക്കും ഉടനെ ഹീറോ ചാടി അയാളുടെ കൈ തടുത്തു. യൂചെങ്, ഇവളെപ്പോലെ ഒരുത്തിക്ക് വേണ്ടി എന്നെ വെറുപ്പിക്കാൻ നോക്കണ്ട, അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും എന്നാൽ പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, എൻ്റെ പേര് വിളിക്കാൻ നിങ്ങൾക്ക് അത്ര ധൈര്യമോ? ഇന്നു മുതൽ ഫു ഗ്രൂപ്പ് കമ്പനിയുടെ എല്ലാ ഡിസൈൻസ് വർക്കും നിയാങ്ങിനാണ് എന്ന് പറയുമ്പോൾ അവളും ഷോക്കായി ഹീറോയെ തന്നെ നോക്കി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയാൽ അവിടുന്ന് പോവുകയാണ്.
ശേഷം ഹീറോ അവളുടെ പ്രോജക്റ്റ് സ്വീകരിച്ചതായി പ്രഖ്യാപിക്കും. അവൾക്കും ഒരുപാട് ഹാപ്പിയായി. എന്നാൽ ഇവിടെയാൽ ഒരാളെ വിളിച്ച് നീ തിരിച്ചു വന്നില്ലെങ്കിൽ യൂച്ചിങ്ങിനെ വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും. എനിക്ക് കിട്ടേണ്ട പ്രോജക്റ്റ് ഇപ്പോൾ അളിയൻ കാരണം അത് നഷ്ടമായി. എബ്രോഡിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഡിസൈനറായി ഗ്രാജുവേറ്റ് ആയതല്ലേ നീ. നിങ്ങൾക്ക് യൂച്ചങ്ങിൻ്റെ ബാല്യകാല സുഹൃത്തല്ലേ. വേഗം വന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളിൽ നിന്ന് അവൻ അകറ്റി മാറ്റും എന്ന് പറഞ്ഞ് പിരിയേറ്റുന്നു. മറ്റാരുമല്ല, അവൻ്റെ ചേച്ചിയാണ്. എന്നാൽ ചേച്ചിക്ക് ഇത് കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല. ഞാൻ വരട്ടെ എന്നിട്ട് നോക്കാമെന്ന് പറയുന്നു. അടുത്ത ദിവസം നിയാങ്ങിൻ്റെ പാർട്ട്ണർ വന്ന് കോൺട്രാക്റ്റ് വാങ്ങിച്ചെങ്കിലും അതിലൊരു ഉറപ്പിനായിട്ട് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യാനായിട്ട് യൂച്ചിങ് വിളിച്ചിട്ടുണ്ട്. പോയിട്ട് വാ എന്ന് പറയുമ്പോൾ അവളും ഞാൻ സൈൻ ചെയ്യാനോ? അതിൽ എൻ്റെ റിയൽ പേര് നിയാൻ എന്ന് സൈൻ ചെയ്താൽ ഞാനാണ് അവൻ്റെ ഭാര്യ എന്നറിയില്ലേ എന്ന് ചിന്തിച്ച് ഞാൻ പോവില്ല. എനിക്ക് പകരം നീ പോയാൽ പോരെ എന്ന് പറയുന്നു. അയാളും നീയല്ലേ ഈ കോൺട്രാക്റ്റ് വാങ്ങിച്ചെടുത്തത്, സോ നീ തന്നെ പോയാൽ മതിയെന്ന് പറയുന്നു. ഇവിടെ ഹീറോ നിയാങ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ ഹീറോയുടെ ഓഫീസിൽ എത്തുന്നുള്ള സന്തോഷത്തിലാണ്. അത് കാണുമ്പോൾ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട്, സാർ ആ കോൺട്രാക്റ്റ് അയച്ചു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ സാറ് ഇവിടെ വന്ന് ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. അപ്പോൾ ഹീറോ അവനെ ഓടിക്കാൻ വേണ്ടി നീ ഇടയിൽ ജോലിയിൽ അലസമായിട്ടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ ഓടിക്കുന്നു. അങ്ങനെ നിയാങ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ട് ഹീറോയുടെ ഓഫീസിലെത്തുന്നു. സൈൻ ചെയ്യാൻ പോകുമ്പോൾ അവൾക്ക് നല്ല പേടിയുണ്ട്. എങ്ങാനും പിടിക്കപ്പെടുമോ എന്നോർത്ത് സൈൻ ചെയ്ത് ഹീറോയ്ക്ക് കോൺട്രാക്റ്റ് നൽകിയതും പേര് കണ്ട ഹീറോ നീയാണോ നിയാങ് എന്ന് ചോദിച്ച് അവിടെ കഴുത്തിൽ പിടിച്ചു. 300 മില്യൺ ക്യാഷ് മേടിച്ചിട്ട് ഫു കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. ഒരു ഡിസൈനർ എന്ന നിലയിൽ എന്നെ വശീകരിക്കാനാണോ നോക്കിയത്? എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ദേഷ്യപ്പെടുന്നു. എന്നാൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അവൾ ഓർത്തതാണ്. അതിനാൽ നിയാങ് സൈൻ ചെയ്യാതെ എനിക്ക് വിശക്കുന്നുണ്ട്, കഴിച്ചിട്ട് ഒപ്പിട്ടാൽ പോരെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റതും നിക്ക് സൈൻ ചെയ്തിട്ട് പോയാൽ പോരെ എന്ന് ഹീറോ പറയുമ്പോൾ നിയാങ്ങും ഇനി എന്ത് ചെയ്യും എന്ന് നിൽക്കുമ്പോൾ അന്ന് ഹീറോയുമായി ക്ലോസ് ആയതുപോലെ ഇന്നും ഹീറോയുമായി ക്ലോസ് ചെയ്ത് ശ്രദ്ധ മാറ്റിക്കാനായിട്ട് അവൾ ഹീറോയുമായി കൂടുതൽ റൊമാൻറ്റിക് ആയിട്ട് ക്ലോസ് ആവുന്നു. നിങ്ങൾക്ക് സൈനല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് അവൾ ലിപ്സ്റ്റിക്കിൽ തൊട്ട് ഫിംഗർ പ്രിൻ്റായിരിക്കും വെക്കുക. മിസ്റ്റർ ഫു നിങ്ങളുടെ കോപ്പറേറ്റ് ചെയ്തതിൽ ഹാപ്പിയല്ലേ എന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് ആകെ എന്തോ പോലെ ആവുകയാണ്. അപ്പോഴേക്കും അസിസ്റ്റൻ്റ് വരുമ്പോൾ സാർ എന്തായി, മാഡം വന്നിട്ട് സൈൻ ചെയ്തോ? മാഡത്തിൻ്റെ പിറന്നാളിന് 2 ആഴ്ച കൂടി ബാക്കിയുണ്ട്. സമ്മാനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കേണ്ടതല്ലേ? ഹീറോയും അവനെയും ചീത്ത വിളിച്ച് അവിടുന്ന് പോകുന്നു. എന്നാൽ പോകുമ്പോൾ ഹീറോയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. ശേഷം നിയാങ്ങിൻ്റെ പിറന്നാൾ സമ്മാനമായി അവളെ ഓഫീസിൽ വിളിച്ചു വരുത്തി കുറച്ച് ജ്വല്ലറി നല്ലത് സെലക്ട് ചെയ്യാനായി പറയുന്നു. അതും അവൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് അവൾക്കറിയില്ല. അവൾ എങ്ങനെയുള്ള ആളാണെന്ന് ചോദിക്കുമ്പോൾ അവളൊരു ഡിസൈനറാണ്, വളരെ കഴിവുള്ളവളാണ്. ഹീറോ അവളെക്കുറിച്ച് പറയുമ്പോൾ നിയാങ്ങും ചോദിക്കുന്നുണ്ട്, ഞാനെടുത്താൽ ഇഷ്ടപ്പെടുമോ? അതൊക്കെ ഇഷ്ടമാകും എന്ന് ഹീറോ പറയുമ്പോൾ നിയാങ്ങിന് അതിലൊരു മാല ഒരുപാട് ഇഷ്ടമാവുകയും അത് സെലക്ട് ചെയ്യുകയാണ്. അതാണ് അവൾക്ക് ഇഷ്ടമായെന്നറിഞ്ഞ ഹീറോ അവളുടെ കഴുത്തിലൊന്ന് വെച്ച് നോക്കിയതും രണ്ടുപേരും കിസ് ചെയ്യാനായി ക്ലോസ് ആയി വന്നപ്പോഴേ ആ സമയത്ത് തന്നെ യൂച്ചിങ് എന്ന് വിളിച്ച് ഒരാൾ വരികയാണ്. നോക്കിയാൽ ഹീറോയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ചോയിങ് ആണ്. ഹീറോയും അവളെ കണ്ട് നീ ഇപ്പോഴാണോ വന്നത്? ഇവളും ഇന്ന് രാത്രി ഒരു വെൽക്കം പാർട്ടി ഒരുക്കിയിട്ടുണ്ട്, നീ വരില്ലേ എന്ന് ചോദിക്കുന്നു. പിന്നല്ലാതെ നീയും വന്നേക്ക് എന്ന് പറഞ്ഞ് അവളെയും ഹീറോ വിളിക്കുന്നു. എന്നാൽ നിയാങ്ങിന് വരാൻ തന്നെ ഒട്ടും താല്പര്യമില്ല. ഹീറോ നിർബന്ധിക്കുമ്പോൾ യുയാങ്ങും നിങ്ങൾ രണ്ടുപേരും ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ, നിയാങ്ങിനെയും വിളിക്കുന്നു. അങ്ങനെ നിയാങ് ആ പാർട്ടിയിൽ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അതേ പാർട്ടിയിൽ ഹീറോയുടെ അമ്മയും വരുന്നുണ്ട്. അമ്മയെ കണ്ടതും നിയാങ് പേടിച്ച് ഹീറോയുടെ മുന്നിൽ ഒളിക്കുന്നു. അവളുടെ പേടി കണ്ട ഹീറോ എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയുന്നു. അപ്പോൾ നോക്കിയാൽ ചോയിങ് അവളുടെ കയ്യിലുണ്ട വൈന് അറിഞ്ഞുകൊണ്ട് തന്നെ തട്ടി വീണതായി അഭിനയിച്ച് നിയാങ്ങിൻ്റെ ഡ്രസ്സ് വീഴ്ത്തുന്നു. അയ്യോ സോറി, ഞാൻ വേണമെങ്കിൽ വേറെ ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞ് അവളെ മനഃപൂർവ്വം റൂമിലേക്ക് കൊണ്ടുപോയി. അന്നേരം നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? 3 വർഷം മുന്നേ യൂച്ചിങ് കാരണമാണ് ഞാൻ വിദേശത്ത് പോയത്. പോകുന്നതിന് മുന്നേ ഞാൻ അവനൊരു വാക്ക് കൊടുത്തിരുന്നു, എന്നാൽ അവൻ അത് ലംഘിച്ചു.
ആര് പറഞ്ഞിട്ട് ചെയ്തതാണെങ്കിലും ഞാനിപ്പോഴും അവനോട് ക്ഷമിക്കില്ല. എന്നാൽ കുറച്ചു കാലം മുമ്പ് അവൻ ഡിവോഴ്സ് ചെയ്തതായി അറിഞ്ഞു. അദ്ദേഹത്തിന് രണ്ടാമൊരു അവസരം നൽകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ അദ്ദേഹത്തിന് മറ്റൊരു അവസരം നൽകണോ? അത് കേൾക്കുന്ന നിയാങ് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിരുന്നാലും നിയാങ് പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നുമല്ല, ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമാണ്. സോ അവരുടെ പേഴ്സണൽ കാര്യമൊന്നും അറിയില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ ചെയ്യാനായി പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു. ചോയിങ്ങും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് അവരുടെ ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡ് ചോയിങ് ആയിരിക്കും കെട്ടിക്കൊടുക്കുക. ചോയിങ്ങിന് ഓൾറെഡി നിയാങ്ങിനോട് ദേഷ്യമുണ്ട്. കാരണം ചോയാങ് ഹീറോയെ കാണാൻ വന്നപ്പോൾ ഹീറോ അവൾക്ക് മാലിട്ട് കൊടുക്കുന്നത് കണ്ടല്ലോ. നിയാങ് സെലക്ട് ചെയ്ത മാല ചോയിങ് കാണിച്ച് എൻ്റെ ഒറ്റ സുഹൃത്ത് എനിക്ക് തന്നതാണ്. നിയാങ് അത് കാണുമ്പോൾ അവൾക്ക് നല്ല വിഷമമുണ്ട്. കാരണം ആ മാല അവൾക്ക് ഇഷ്ടപ്പെട്ടതിൽ ഒന്നായിരുന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ഇവളാണല്ലേ, ഇവൾക്ക് വേണ്ടിയാണ് ഈ മാല വാങ്ങിച്ചെന്നൊക്കെ ചിന്തിക്കുകയാണ്. ശേഷം ഇവർ താഴെ വന്ന് പാർട്ടിയിൽ ആരംഭിക്കുകയാണ്. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വലിയൊരു നിമിഷം എനിക്ക് എൻ്റെ ക്യാമറയിൽ പകർത്തണം, അതെൻ്റെ ബാഗിലാണെന്ന് പറഞ്ഞ് നിയാങ്ങിനെ കൊണ്ട് ഇടിപ്പിക്കുന്നു. ആ സമയത്ത് തന്നെ അവളുടെ ഡ്രസ്സ് ഫ്രണ്ടിലേക്ക് വീഴുകയാണ്. നേരത്തെ ചോയാങ് അവളുടെ ഡ്രസ്സ് ബാക്കിലെ സിബ് മാറ്റിയിരുന്നു. അത് കണ്ട ഹീറോ വേഗം അവളുടെ കോട്ടൂരി മറയ്ക്കുകയാണ്. നിയാങ് പോകുമ്പോൾ ഹീറോ അവളെ കൊണ്ട് വിടാമെന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല, സഹായിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ നിങ്ങളുടെ വില്ല ഡിസൈൻ ചെയ്യാൻ വന്ന ഒരാളാണ്. വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് നിയാങ് പോകുമ്പോൾ ഹീറോയ്ക്ക് നല്ല വിഷമമുണ്ട്. ഇവൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോകുന്നെന്ന് കോർത്ത്. ശേഷം മുത്തശ്ശൻ ഹീറോയെ വിളിച്ചു വരുത്തുകയാണ്. ഇന്നലെ രാത്രി നടന്ന സംഭവമെല്ലാം മുത്തശ്ശൻ അറിയുകയും നീ ഇപ്പോൾ ഈ പെണ്ണിൻ്റെ പുറകെയാണല്ലേ, ഫാമിലിക്ക് നാണക്കേട് വരുത്തരുത് എന്ന് പറഞ്ഞ് ഹീറോയുടെ ഇപ്പോഴത്തെ ഡിസൈനറുമായിട്ടുള്ള കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറയുന്നു. നിന്റെ ഡിസൈനറായ ഭാര്യയുള്ളപ്പോൾ എന്തിനാണ് വേറൊരുത്തിയെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നു. എന്നാൽ മുത്തശ്ശന് അറിയില്ലല്ലോ അവൻ്റെ ഭാര്യയാണ് ഇപ്പോൾ അവൻ്റെ കമ്പനിയിലെ ആ ഡിസൈനറായിട്ട് കോൺട്രാക്റ്റ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. നിയാങ് ആണെങ്കിൽ പെന്നി എന്ന പേരിലായിരിക്കും ഹീറോയുടെ മുന്നിൽ നിൽക്കുക. ഹീറോ പറയുന്നത് നിയാങ് ക്യാഷിനു വേണ്ടിയാണ് വിവാഹം കഴിച്ചതെന്നാ. മുത്തശ്ശൻ ഇത്രയും പറഞ്ഞിട്ടും അവൻ കേൾക്കുകയും പോലും ചെയ്തില്ല. അത് കാണുമ്പോൾ മുത്തശ്ശന് നല്ല ദേഷ്യം വന്ന് അവിടെ ഉണ്ടായി ചില്ല് പൊട്ടിക്കുമ്പോൾ ഹീറോയുടെ മുഖത്ത് കൊണ്ട് മുറിയുന്നു. പെട്ടെന്ന് മുത്തശ്ശന് നെഞ്ചുവേദന വരികയാണ്. എന്താണെങ്കിലും നീ അവളെ മറക്കരുത്, ഇപ്പോഴും അവൾ നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് മുത്തശ്ശൻ പോവുകയാണ്. ഇതെല്ലാം അവൾ കാരണമാണ് എന്നൊരു മൈൻഡിലാണ് ഹീറോയുടെ മനസ്സിൽ.